ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോ മെഷർമെൻറ്റ് കാൽക്കുലേഷനാണ്. അതും ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ചെസ്റ്റ് അളവ് മാത്രം വെച്ചിട്ട് നമുക്ക് ബാലൻസ് അളവ് കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് നമ്മളത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ അതിന് കുറച്ച് ഇക്വേഷൻസ് കാണിച്ചു തരാം. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് വാല്യൂസ് കണ്ടുപിടിച്ച് കാണിച്ചു തരാം. എന്നിട്ട് ആ വാല്യൂസ് എങ്ങനെയാണ് മെറ്റീരിയൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് എന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് പുറത്തുനിന്നൊക്കെ ഓർഡർ എടുത്ത് ചെയ്യുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചെസ്റ്റ് അളവ് മാത്രം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ചുരിദാറിൻ്റെ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ബ്ലൗസിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ പുറമേ നിന്നൊക്കെ നമുക്ക് വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ അളവെടുത്ത് തരിക എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് പോസിബിൾ അല്ലായിരിക്കും. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് ആദ്യം എഴുതാം. നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് 34 അളവാണ് കേട്ടോ. അപ്പോൾ 34 വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ് എല്ലാ ഇക്വേഷൻസും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് 34 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സീം അലവൻസ് ആഡ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ സീം അലവൻസ് ആഡ് ചെയ്യാതെയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത് കറക്റ്റ് ആ ഒരു ബോഡി മെഷർമെൻ്റ് ആയിരിക്കും. സീം നിങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 34/4 ചെയ്യുമ്പോൾ നമുക്ക് 8.5 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തിൻ്റെ കണ്ടുപിടിക്കാം. നെക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ, നമുക്ക് എത്ര ഓപ്പണിംഗ് വേണം എന്നുള്ളത്, അതിൻ്റെ ഇക്വേഷനാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. ചെസ്റ്റിനെ നമ്മൾ 12 വെച്ച് ഹരിക്കുക. അപ്പോൾ നമുക്ക് നെക്ക് വിഡ്ത്ത് കിട്ടും. അപ്പോൾ 34 ഡിവൈഡഡ് ബൈ 12, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് അളവെന്ന് നോക്കുക, അതിനെ 12 വെച്ച് ഹരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.83 ആണ്. അതായത് ഒരു 2.25 കുറച്ചും കൂടെ കൂടുതൽ, നിങ്ങൾക്ക് 2.25 എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇഞ്ചിലാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നെക്കിൻ്റെ ഡെപ്താണ്. ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇറക്കം, നമുക്ക് എത്രയാണ് കഴുത്തിറക്കം വേണ്ടത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 8. ചെസ്റ്റിനെ 8 വെച്ച് ഹരിക്കുക. അപ്പോൾ 34/8 ചെയ്യുമ്പോൾ എനിക്കിവിടെ ആൻസർ കിട്ടിയിട്ടുള്ളത് 4.25, 4.4. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് നോക്കാം. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷനാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് 34/6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 5.6 ഇഞ്ചാണ് കേട്ടോ. ഒരു 5.5 റൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം. 5.5, 5.5 നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ആം ഹോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആം ഹോൾ എന്ന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് വരയ്ക്കുന്ന ആം ഹോളിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് 0.5, അതായത് ഒരു 1/2 ഇഞ്ചും കൂടെ അതിൻ്റെ കൂടെ കൂട്ടാം. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇടുന്ന സമയത്ത് 34 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 0.5 എന്നാണ് നമുക്ക് കിട്ടുക. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.1 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡിവൈഡ് ചെയ്യണ സമയത്ത് ഇപ്പോൾ 4 കൊണ്ടൊക്കെ ചെസ്റ്റ് ഹരിക്കാനാണെങ്കിൽ നിങ്ങളുടെ ടേപ്പിൽ ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ട്രിക്കൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ആം ഹോളിൻ്റെ കർവ് ലൈൻ കണ്ടുപിടിക്കാനാണ്. ഈ കർവ് ലൈൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനത് ഫിഗർ വരക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ആണ്. 34/24 എന്ന് വരും. ആൻസർ 1.41 അല്ലെങ്കിൽ 1.5 ആയിട്ട് നിങ്ങൾക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആം ഹോളിൻ്റെ കർവ് ലൈൻ കണ്ടുപിടിക്കുന്നത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരളവും കൂടെയാണ് ക്രോപ്പ് ടോപ്പിന് അല്ലെങ്കിൽ ഒരു സ്കേർട്ടിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ടോപ്പിന് വേണ്ടത്. അപ്പോൾ അതിൻ്റെ അളവ് ലാസ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് അളവാണ് കേട്ടോ. നമുക്ക് ചെസ്റ്റ് കിട്ടി, നെക്ക് വിഡ്ത്ത് കിട്ടി, നെക്കിൻ്റെ ഡെപ്ത്ത് കിട്ടി, ഷോൾഡർ കിട്ടി, ആം ഹോൾ കിട്ടി, കർവ് ലൈൻ കിട്ടി. ഇനി അടുത്തതാണ് വേസ്റ്റ്. വേസ്റ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇക്വേഷനാണ് ചെസ്റ്റ് മൈനസ് 3 ഇഞ്ച്. ചെസ്റ്റ് അളവിൽ നിന്ന് ഒരു 3 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? 34 മൈനസ് 3. 34 നിന്ന് 3 ഇഞ്ച് പോയിട്ടുണ്ടെങ്കിൽ ബാലൻസ് 31. അപ്പോൾ 31 ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത പോലെ തന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഈ 31നെ ഒന്ന് 4 വെച്ച് ഹരിച്ച് കൊടുക്കാം. അപ്പോൾ 31/4 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 7.75 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിവിടെ മാർക്ക് ചെയ്യാനും ഇവിടെ കൊടുത്തിട്ടുള്ള വാല്യൂസൊക്കെ വിത്തൗട്ട് സീമാണ് കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നത് ഒരുപാട് പേര് അത് കമൻറ്റിൽ ചോദിക്കാറുണ്ട്, വേറെ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ സീമാണോ അതോ ബോഡി മെഷർമെൻറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈക്വേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് വിത്തൗട്ട് സീം ആയിരിക്കും. നിങ്ങളതിൻ്റെ കൂടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ചെസ്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ ആ സെയിം 2 ഇഞ്ച് തന്നെ വേസ്റ്റിനും കൊടുക്കുക, സ്ലീവ് ചെയ്യുന്ന സമയത്ത് സ്ലീവിനും കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണം. പിന്നെ നിങ്ങൾ ലെങ്ത് എടുക്കുന്ന സമയത്ത് മേളിലും താഴെയും മടക്കി അടിക്കാനും ജോയിൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് 1/2 ഇഞ്ച് വെച്ച് പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ അളവുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. വെറും ചെസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എല്ലാ അളവുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളത് എങ്ങനെയാണ് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്നത് എന്നും കൂടെ നോക്കാം. സിമ്പിളായിട്ട് ഞാൻ ഈ ബുക്കിൽ തന്നെ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ബുക്കിലിപ്പോൾ ഞാനൊരു മെറ്റീരിയലിൻ്റെ പീസ് പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ സെയിം അളവുകൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വരച്ചേക്കുന്നത് മെറ്റീരിയലാണ്, ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന മെറ്റീരിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടും ബാക്കും കൂടെ ഒറ്റ ഇതിൽ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 4 ഫോൾഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ 2 ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫ്രണ്ടും ബാക്കും പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഫോൾഡായിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോൾഡഡ് പോർഷൻ. ഈ ഒരു പോർഷനാണ്, ഇവിടെയാണ് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫോൾഡഡ് പോർഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നത് ക്ലിയർ ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അത്യാവശ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാർക്കർ കിട്ടിയിട്ടില്ല ഗൈസ്, മാർക്കർ പോയി. ഞാൻ വേറെ വാങ്ങിക്കുന്ന കാര്യം എപ്പോഴും മറന്നു പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യാട്ടെ. ഞാൻ എപ്പോഴും പറയല്ലേ, മറന്നു പോകും, അതുകൊണ്ടാണ്. നമുക്ക് ഇനി ഈ അളവുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നെക്ക് വിഡ്ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് എത്രയാണ് നെക്ക് വിഡ്ത്ത് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 2.83 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് 2.83 മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് 3 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് 3 ഇഞ്ച് ആ ഒരു റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നെക്കിൻ്റെ ഡെപ്താണ്. നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുമ്പോൾ ഈ 2.83 നമ്മൾ മാർക്ക് ചെയ്തതിൽ നിന്ന് നേരെ താഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് കഴുത്തിറക്കം വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ള ആ ഒരു ആൻസർ, അതായത് 4.25 ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഈ ഒരു ഷേപ്പിനുള്ളിലാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ്, അതായത് റൗണ്ട് നെക്കാണോ സ്ക്വയർ നെക്കാണോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. കണ്ടോ? അതായത് ഈ ഒരു രീതിയിൽ ഞാൻ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരിക്കും, സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളേ. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് എന്താ വരയ്ക്കാനുള്ളത്? ഷോൾഡർ വരയ്ക്കണം അല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളിൽ വേണമെങ്കിൽ ബാക്ക് നെക്ക് ഇറക്കണം, അല്ല കുറച്ചും കൂടെ കയറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ച് മേളിലോട്ട് കയറ്റിയിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കാവേ. നമ്മൾ നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തും വരച്ചു. ഇനി അടുത്തത് ഷോൾഡറാണ് കേട്ടോ. ഷോൾഡർ എത്രയാണ്? 5.6 ആണ്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്ത അതേ പോയിന്റിൽ നിന്നാണ് നമ്മൾ 5.6 മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ 2.83 ഒന്നും നോക്കണ്ട, ആദ്യം തൊട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അല്ലാണ്ട് 2.8ൽ നിന്ന് നിങ്ങൾ മാർക്ക് ചെയ്യരുത് കേട്ടോ. കറക്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ 5.6. അപ്പോൾ നമുക്ക് 5.6 ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇത് ഫുള്ളായിട്ടാണ് 5.6. ഈ 5.6-നുള്ളിൽ വരുന്നതാണ് കേട്ടോ 2.83. അല്ലാണ്ട് സെപ്പറേറ്റ് നിങ്ങൾ അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 5.6 ആണ് ടോട്ടൽ വരുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആം ഹോളാണ് അല്ലേ. ഷോൾഡർ കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോളാണ്. ആം ഹോൾ ഇവിടെ എത്രയാണ്? 6.1 ഇഞ്ച്. അപ്പോൾ നമുക്ക് നേരെ താഴത്തേക്ക് 6.1 ഇഞ്ച് ടേപ്പിലെടുക്കുക. കറക്റ്റിൽ ഒന്ന് വെച്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, 6.1 നേരെ താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ. ഇപ്പോൾ നമ്മൾ 4 മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെസ്റ്റ്. ആം ഹോള് വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. അതങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആം ഹോളിൻ്റെ ആ ഒരു എൻഡിലെ അളവാണ് നമ്മൾ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ബസ്റ്റ് ചേർക്കണമെങ്കിൽ ചേർക്കാം.
ഓക്കെ. അപ്പോൾ ദാ ചെസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ബസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കണ്ടു നോക്കുക. ഇതിന് മുന്നത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടോ? ഇതേപോലെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നിങ്ങൾ സീം അലവൻസും കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. 8.5 ആണ് നമ്മുടെ ബോഡി മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു 2 ഇഞ്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സീം അലവൻസ് ചെസ്റ്റിന് 2 ഇഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ വേസ്റ്റിനും 2 ഇഞ്ച് തന്നെ കൊടുക്കുക, സ്ലീവിനും 2 ഇഞ്ച് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അളവ് മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത അളവ് എന്ന് പറയുന്നതാണ് കർവ് ലൈൻ. ഞാൻ പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞു തരാവുന്നത്. ഇതാണ് കർവ് ലൈൻ. 1.41 ആണ് നമുക്ക് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സീം അലവൻസ് ആണ് കേട്ടോ 2 ഇഞ്ച് ആഡ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു കൊതുക് കയറി വന്നിട്ട് മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ 2 ഇഞ്ച് നമുക്ക് ഇവിടെ കൊടുക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കർവ് വരച്ചു കൊടുക്കുക. ഇതിൽ മുട്ടിച്ച് ചെസ്റ്റിൽ വന്ന് നിൽക്കുന്ന, ഒരിക്കലും സീം അലവൻസിൽ പോയി മുട്ടരുത് കർവ്. ലാസ്റ്റ് ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു 8.5 തന്നെ വന്ന് മുട്ടുന്ന രീതിയിൽ. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് കുഴിച്ച് കെട്ടുന്നത്. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് ബാക്ക് ആം ഹോളിൻ്റെ കർവാണ് കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ട് വരയ്ക്കാം. അതിന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണം. ഇത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ഡൗട്ടുള്ളവരൊന്ന് കണ്ടു നോക്കി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ കർവ് വരച്ച് ചെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് കെട്ടുന്നത്. ഇത് ഞാൻ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതും ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു കാര്യം മറന്നുപോയി, മെയിനായിട്ട് ഷോൾഡർ സ്ലോപ്പ്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ വരയ്ക്കുന്നതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത മാർക്ക് എന്ന് പറയുന്നത് വേസ്റ്റാണ്. നമുക്ക് വേസ്റ്റും കൂടെ മാർക്ക് ചെയ്യാനായിട്ടുള്ളൂ. വേസ്റ്റ് എത്രയായിരുന്നു? 7.75. വേസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലെങ്ത് നോക്കണം. ഇവിടെ എത്ര ലെങ്ത്, എത്ര ഇറക്കിയിട്ടാണ് വേണ്ടതെന്നും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ലെങ്ത് നോക്കിയതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7.75 അല്ലേ, പ്ലസ് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ സീം കൊടുത്തു. അപ്പോൾ സീം ഞാനിവിടെ വേറെ കാണിച്ചു തരാം. ഇത് സീമിൻ്റെ ഒരു കോളാണ് കേട്ടോ. 7.75 പ്ലസ് സീം. കണ്ടോ? അപ്പോൾ ഇത് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് വിത്തൗട്ട് സ്ലീവ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് അളവൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിമ്പിളല്ലേ? നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.